ഹായ് ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഈ വീഡിയോ ഇറ്റ്സ് ഓൾ അബൌട്ട്, ഞാൻ പണ്ടോട്ടേ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ചാനലിലെ ഞാൻ ഇടാം എന്ന് വെച്ചിരുന്നൊരു കാര്യമായിരുന്നു ഈ ഒരു ടേബിൾ മേക്ക് ഓവർ. സോ എൻ്റെ ബെഡിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ബെഡിൻ്റെ അവസ്ഥ ഇതാണ്. വളരെ ബോറായിട്ടാണ് കിടക്കുന്നത്. കാര്യം വേറൊന്നുമല്ല, എനിക്ക് നല്ല ഹെഡേക്ക്. ഇന്നലെ ഇതേപോലത്തെ ഇപ്പം സമയം എന്തായി? ഇപ്പം സമയം 9:30 രാത്രി. സോ ഇന്നലെ ഇതേപോലെ സമയത്ത് തുടങ്ങിയതായിരുന്നു എൻ്റെ തലവേദന. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നല്ല ടയേർഡായിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഫേസ് കാണിക്കാത്തത്. സോ ഈ തലവേദന കൊണ്ട് ഈ ബെഡിൻ്റെ അവസ്ഥയ്ക്ക് ഇതാണ്. നിങ്ങൾ ആ പില്ലോ കണ്ടാലറിയാം, പില്ലോയുടെ അവസ്ഥ കണ്ടില്ലേ, ഒടുങ്ങി മടങ്ങി. സോ എനിക്ക് എനിക്ക് നല്ല തലയ്ക്ക് വേദന ആൻഡ് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് കുറച്ച് ഓക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഐ തോട്ട് നമുക്ക് ഈ ടേബിൾ മേക്ക് ഓവർ, ഞാൻ കുറച്ച് നാൾ ഷോർട്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് ടേബിൾ മേക്ക് ഓവർ ചെയ്യാം, അതിനകത്തിൽ കാണിക്കാം എന്ന്. സോ ആ കാര്യം നമുക്ക് ഇന്ന് ചെയ്യാം. സോ ടേബിൾ മേക്ക് ഓവർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പുതിയ പേനകൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ചധികം സാധനങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ ആദ്യം പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, ഇല്ലെങ്കിൽ എനിക്കും അതൊരെലമ്പായിരിക്കും കാണുന്നത്, നിങ്ങൾക്കും ഒരു ഹൈ ഡേയ്സ്. ഞാൻ കുളി കഴിഞ്ഞപ്പോഴത്തേനും ചെയ്യണോ വേണ്ടിയോ എന്നുള്ളൊരു തോട്ടായി. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ചെറിയ ക്രാഫ്റ്റ് ഉണ്ടാക്കണമായിരുന്നു. സംഭവം ഞാൻ കാണിച്ചു തരാം. അതുണ്ടാക്കിയിട്ട് നമ്മൾ കിടന്നങ്ങ് ഉറങ്ങി. ദ വെരി നെക്സ്റ്റ് ഡേ നമ്മൾ എഴുന്നേറ്റ് ഇന്നലെ ആ ചെറിയ പരിപാടി കഴിഞ്ഞിട്ട് നേരെ കിടന്ന് ഉറങ്ങിയതാണ്. പിന്നെ ഇപ്പം രാവിലെ എഴുന്നേറ്റ് നമുക്ക് എന്ത് വന്നാലും മേക്ക് ഓവർ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിൽക്കുകയാണ്. നമുക്ക് ആദ്യം വേണ്ടത് ഈ ഹെയർ അങ്ങ് കെട്ടിവെക്കുക. കാര്യം ഇത് അയച്ചിട്ടുകൊണ്ട് ചെയ്യൽ നമ്മുടെ ലുക്കിന് ഓക്കെ ആയിരിക്കും, പക്ഷേ നമ്മുടെ വർക്കിന് അത് ഓക്കെ ആവണമെന്നില്ല. സോ നമുക്കൊരു ജസ്റ്റ് ഒരു കുട്ടി പോണി ടെയിൽ കെട്ടിയതിന് ശേഷം ഞാൻ വിചാരിച്ചു ഈ ടേബിളിൻ്റെ പ്ലേസിങ് ഒന്ന് മാറ്റിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അതിന് മുന്നേ ഇതിൻ്റെ പുറത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ബെഡിലോട്ടാക്കാം. ബെഡിലാക്കുമ്പോൾ ബെഡിലാവരുത്, അതിന് വേണ്ടിയിട്ട് നമുക്കൊരു തുണി വിരിക്കാം. അമ്മയുടെ ഷാളാണ്, അമ്മ കൊല്ലു തന്നെ ഇത് എടുത്തു എന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ ബെഡിലേക്ക് മറ്റേ സംഭവങ്ങൾ, അതിൻ്റെ പുറത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം മാറ്റാം. എന്നിട്ട് ടേബിൾ ചേഞ്ച് ചെയ്താലോ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും അത് മിക്കവാറും ചെയ്യും ഞാൻ. അതിന് മുന്നേ നമുക്ക് ഈ ജനാലകളുടെ പൊടിയൊക്കെ ഒന്ന് കളയണം. കാര്യം ഇങ്ങനത്തെ ഒക്കേഷനിൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണത്. ആൻഡ് ദെൻ തൂത്തൊക്കെ വാരതിന് ശേഷം പിന്നെ ഒരു ബുദ്ധി ഉറച്ചു. ഇതെൻ്റെ ടേബിൾ സൈഡ്, എൻ്റെ ബെഡ് സൈഡിലിരുന്ന സംഭവമാണ്. അത് ഞാൻ ഇങ്ങോട്ടേക്കാക്കി ആൻഡ് ടേബിൾ എടുത്ത് നമ്മുടെ ആ ഒരു കോർണറിലേക്കും ആക്കി. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. മീഷോന്ന് കേട്ട് ഞെട്ടണ്ട, സംഭവം അടിപൊളി ക്വാളിറ്റിയാണ്, പ്രൈസിന് വേർത്തായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഓൾസോ ഒരുപാട് മേക്ക് ഓവർ വീഡിയോസ്, മേക്കപ്പ് ആയിക്കോട്ടെ, അതുപോലെ സ്റ്റഡി ടേബിൾ ആയിക്കോട്ടെ, നല്ലൊരു കമ്പാർട്ട്മെൻറ്റ്സോടുകൂടി ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് നല്ലതായിരിക്കും വാങ്ങിക്കുന്നതിൽ. ലിങ്ക് നമ്മുടെ ഇൻസ്റ്റാ ഹൈലൈറ്റിൽ ഉണ്ടാവും. ഇത് ഞാൻ വാങ്ങുന്നത് ആമസോണിൽ നിന്നാണ്. ഇത് ആക്ച്വലി ആ ഒരു പ്രൈസിന് ഭയങ്കര വേർത്തായിട്ട് എനിക്ക് തോന്നി. സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്നെനിക്കറിയില്ല, എന്തായാലും ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ടേബിൾ ലാമ്പാണ്. നിങ്ങൾ കടൽ ക്രൗഡിൻ്റെയൊക്കെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. കടൽ ക്രൗഡ് മാത്രമല്ല, ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പോൾ പിള്ളേർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. സംഭവം അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ ഒരു ബൾബും കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യില്ല, അതൊക്കെ നമ്മൾ തന്നെ വാങ്ങിക്കണം. ആ ഒരു പൈസയ്ക്ക് ഈ സാധനം അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിൻ്റെ ലിങ്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഹൈലൈറ്റ്സിൽ ഉണ്ടാവും. ആമസോൺ എന്ന് പറഞ്ഞൊരു ഹൈലൈറ്റ് ഉണ്ടാവും, അതിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാനതിലിടാൻ വേണ്ടിയിട്ട് ബൾബ് വാങ്ങിയിട്ടില്ല, പോണം വാങ്ങിക്കാൻ. നിങ്ങൾക്കിതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. LED ബൾബോ കളറോടെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റ് വൺ എന്ന് പറയുന്ന ഒരു അലാമാണ്. ഇത് ആക്ച്വലി ഒരു അടിപൊളി സാധനമാണെന്ന് തോന്നുന്നു. കാര്യം ഇതിൽ നമുക്ക് അലാം സെറ്റ് ചെയ്യാൻ പറ്റും, ഡേറ്റ് റിമൈൻഡ് ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ടൈം സെറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. സോ ഇതിൻ്റെ ബാറ്ററി നോർമൽ ബാറ്ററി അല്ലാത്തതുകൊണ്ട് ഞാനത് വാങ്ങാൻ വേണ്ടി ഇവനെയും കൊണ്ട് വേണം പോകാൻ. സോ നമ്മൾ ഷോർട്സിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. എന്തായാലും അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ്. പറഞ്ഞ പോലെ ടേബിൾ നമ്മൾ ഈ കോർണറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ബുക്ക് വെക്കുന്ന സംഭവത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് നമ്മുടെ ചാനലിലല്ല, ഇൻസ്റ്റയിൽ അവൈലബിൾ ആണ്. എൻ്റെ ആഗ്രഹമായിരുന്നു ബുക്ക്സ് ഇങ്ങനെ വെക്കണം, അതിനായിട്ട് വാങ്ങിയതാണ്. ആൻഡ് ഈ ബുക്ക് എന്ന് പറയുന്നത് എൻ്റെ നോട്ട്ബുക്കാണ്. ഇത് 6 സബ്ജക്റ്റ് ബുക്കാണ്. പക്ഷെ നമുക്ക് അങ്ങനെ 6 സബ്ജക്റ്റും കൂടി ഇതിൽ എഴുതാൻ പറ്റില്ല. കാര്യം ഇൻഡെപ്തിൽ കുറേ നോട്ട്സ് തരുന്നതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒരു ബുക്കിൽ നടക്കില്ല. പിന്നെ ഇതും 6 സബ്ജക്റ്റ് ബുക്കാണ്. പക്ഷേ ഇത് എൻ്റെ ചാനലിൻ്റെ കണ്ടൻറ്റ്, ടൈമിങ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ആദ്യം അൺബോക്സ് ചെയ്ത ആ ഒരു ഓർഗനൈസറിൽ വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് പെന്ന്, കുറച്ച് സ്റ്റാപ്ലെയർ, പിൻസ്, കട്ടേഴ്സ്, അങ്ങനെ സ്കെച്ച് പെൻ, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇതിൽ വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. സംഭവം കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അസൈൻമെൻറ്റ്സ് ഒക്കെ ഇനി വരികയാണ്. ഇതിൻ്റെയൊക്കെ ആവശ്യം, വളരെയേറെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ അൺനെസസറി ആയിട്ട് ഒന്നും തന്നെ എൻ്റെ ടേബിളിൽ വെക്കുന്നില്ല.
ഇത് അൺനെസസറി ആയിട്ട് തോന്നും, പക്ഷേ ഇത് എനിക്ക് വളരെ നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇത് ഞാൻ ഉണ്ടാക്കിയതൊന്നും കാണിക്കാൻ എനിക്ക് അറിയില്ല, കാര്യം ഞാൻ തട്ടിക്കൂട്ടാണ്. ആ ബാക്ക് സൈഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബോക്സിൽ, ആ ഓർഗനൈസറിൻ്റെ മുകളിലത്തെ പോർഷനിൽ ഇച്ചിരി സ്പേസ് കിടക്കുന്നുണ്ടല്ലോ, അവിടെ വെക്കാം എന്നും പറഞ്ഞാണ് ഞാനിത് ഉണ്ടാക്കിയത്. പക്ഷെ അത് ഭയങ്കര വലുതായിപ്പോയി, അവിടെ ഇരിക്കുന്നില്ല. സോ ഞാൻ വിചാരിച്ചു ടേബിളിൽ എവിടെയെങ്കിലും തന്നെ ഇത് പ്ലേസ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ആ ഒരു പോർഷനിൽ, ഓർഗനൈസറിൻ്റെ മുകളിലത്തെ പോർഷനിൽ വേറെ എന്തെങ്കിലും ക്യൂട്ട് ചെറിയ സാധനങ്ങൾ വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. സോ ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വഴിയെ പറഞ്ഞുതരാം. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ താഴത്തെ പോർഷനിൽ സ്കെച്ച് പെൻ വെക്കുന്നു. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഞാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഇത് പിന്നെ ഒരു പിന്നാണ്, നമുക്ക് സ്റ്റേപ്ലർ അടിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ നമുക്ക് ഈ പെൻ യൂസ് ചെയ്യാം. പിന്നെന്താ 2 ഡ്രോ ഉണ്ടല്ലോ, ലൈക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റേപ്ലറൊക്കെ എൻ്റെ മുകളിലത്തെ പോർഷനിലായിട്ടൊക്കെ വെക്കാം. പിന്നെ ഒരു കട്ടർ ഉണ്ടായിരുന്നു, അതും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് തസ്നി അന്ന് തായ്ലൻഡിൽ പോയിട്ട് വന്നപ്പോൾ എനിക്ക് അവിടുന്ന് കൊണ്ടുവന്നതാണ്. ഭയങ്കര ക്യൂട്ട് ഐറ്റംസ് ആണിത്. ഈ ടിഷ്യൂ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല, ഇതിൽ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാൾ ഗിഫ്റ്റ് ചെയ്ത സാധനങ്ങൾ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഉപയോഗിച്ചേ പറ്റൂ എന്നുള്ളൊരു സീനാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാനാണ് എനിക്കിഷ്ടം. സോ അത് അവിടെ വെക്കാൻ നോക്കി, ബട്ട് അവിടെ വെച്ചില്ല. പിന്നെ തൊട്ടപ്പുറത്തിട്ട് നമുക്ക് വിചാരിച്ച് വെക്കാമെന്ന്. പിന്നെ അതിൻ്റെ ഈ ഒരു കട്ടർ നമ്മളവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരും, കാര്യം അൺബോക്സിങ് വീഡിയോസിലൊക്കെ മെയിൻലി ഞാൻ യൂസ് ചെയ്യുന്ന ആ ഒരു കട്ടറാണ്. പിന്നെ ലാസ്റ്റ് വൺ നമ്മുടെ സ്റ്റിക്കി നോട്ടാണ്. സ്റ്റിക്കി നോട്ട് ഞാൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണണം, എന്നാലും കുഴപ്പമില്ല, നമുക്ക് പറയാം. കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു, കാര്യം ഈ സംഭവം എവിടെ പ്ലേസ് ചെയ്യുമെന്ന് എനിക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്, പക്ഷേ ഫൈനലി എവിടെയോ എടുത്ത് വെച്ചു. പിന്നെ ഈ 2 കൈകൾ, ഒന്ന് എൻ്റെതും ഒന്ന് താമരയുടെയാണ്. ആൾ എൻ്റെ കൂടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സോപ്പാണ്. ഇത് തായ്ലൻഡിൽ നിന്ന് തസ്നി അന്ന് വന്നപ്പോൾ നമുക്ക് കൊണ്ടുവന്നതിൽ ഒരു കാര്യം ഇതുകൂടിയായിരുന്നു. ഇത് ശരിക്കും മെൽറ്റ് ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ചില ഗിഫ്റ്റുകളൊന്നും എനിക്ക് ഉപയോഗിക്കാൻ തോന്നുന്നില്ല, ചില ക്യൂട്ടായിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അലിഞ്ഞു പോകും. അതുകൊണ്ട് പക്ഷേ ഇത് ഉപയോഗിക്കാണ്ടിരുന്നിട്ട് ഇത് അലിയുന്നുണ്ട്. എന്തോ ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ടായിരിക്കാം, കുറച്ച് ഉറുമ്പൊക്കെ എന്തൊക്കെ ഇരിപ്പുണ്ട്, മധുരം കൊണ്ടാവും പാവം. എന്തായാലും ഇത് നമുക്കിത് ആ പോർഷനിലേക്ക് പ്ലേസ് ചെയ്യും, കാര്യം അവിടെ എന്തായാലും പ്ലെയിൻ ആയിട്ട് കിടക്കുവാണല്ലോ. പെൻ, ഹൈലൈറ്റർ. പിന്നെ ഈ പെന്നാണ് എൻ്റെ കറണ്ട് ഫേവറേറ്റ്. കാര്യം ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വുഡിൻ്റെ പെന്നായിരുന്നു. അത് ഭയങ്കരമായിട്ട് ലീക്കാവും ലാസ്റ്റ് എത്തും, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഇതാണ്. പിന്നെ വൈറ്റ്നർ, പിന്നെ ഈ ടെഡി എൻ്റെ ഒരു ട്യൂഷൻ കുട്ടി ഗിഫ്റ്റ് ചെയ്താണ്, അതും അവിടെ പ്ലേസ് ചെയ്തു. പിന്നെ നമ്മളത് ഈ സംഭവം ഉണ്ടാക്കിയത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ആ സ്റ്റിക്ക് വെച്ചിട്ടാണ്. ഇതിന് ഏകദേശം 55 രൂപ എന്തോ ആണ്. 55 പീസോളം ഉണ്ട്. നമുക്ക് ആവശ്യം ഒരു 8 പീസൊക്കെയാണ്. പിന്നെ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ് നല്ലത്, പക്ഷെ ഞാൻ യൂസ് ചെയ്തത് ഫെവി ബോണ്ടാണ്. കുഴപ്പമില്ല, ഇതും നല്ലതാണ്, പക്ഷെ നല്ല ടൈം എടുക്കും. ഞാൻ ഓവർനൈറ്റൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണങ്ങി കിട്ടിയത്. ക്ഷമ തീരെയില്ലാത്തവർ ഫെവി ബോണ്ട് വാങ്ങിക്കണമെന്നില്ല. പിന്നെ ഇതെനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഭയങ്കര ക്യൂട്ടല്ലേ, പക്ഷെ ആള് ഭയങ്കര ഗൗരവക്കാരൻ പോലെ. നമ്മുടെ ആ ഒരു സ്റ്റാൻഡ് ഞാൻ അവിടെ പ്ലേസ് ചെയ്തു. ആൻഡ് ദെൻ നിങ്ങളെല്ലാവരും വിചാരിക്കും സ്റ്റിക്കി നോട്ട്സ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ അല്ല. ഞാനെന്ന് പറയുന്ന ഒരാൾ ഭയങ്കരമായിട്ട് മറവിയുള്ള ഒരാളാണ്. ചില കാര്യങ്ങൾ ഓർത്താലും എൻ്റെ മറവി കാരണം ഞാൻ മറന്നു പോകാറുണ്ട് ചെയ്യാനായിട്ട്. സോ ഐ തോട്ട് നമുക്ക് എന്താണ് നെസസറി ആയിട്ട് ചെയ്യേണ്ടത് അത് നമുക്ക് എഴുതിയിട്ട് ഇവിടെ വെക്കുമ്പോൾ ഞാൻ എന്തായാലും ടേബിളിൻ്റെ അടുത്ത് പോകാത്ത ഒരു ദിവസം പോലും ഇല്ല. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മൾ കുറച്ച് ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വെച്ചു, ചുമ്മാ എൻ്റെ ഒരു രസത്തിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ച് ഫ്രെയിംസ് കയ്യിലുണ്ട്. ഇപ്പോൾ 1-2 ഞാൻ ഗിഫ്റ്റ് എനിക്ക് കിട്ടിയതാണ്. 1-2 ഒരെണ്ണം, പിന്നെ ഒരെണ്ണം ഞാൻ താമരയ്ക്ക് കൊടുത്തതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എവിടെ പ്ലേസ് ചെയ്യുന്നത് ഞാൻ ആദ്യം കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ പിന്നെ പ്ലാൻ ചെയ്തു ഫോം ബോർഡൊക്കെ വാങ്ങി ഡ്രില്ല് ചെയ്ത് നമ്മുടെ ബെഡിൻ്റെ മുകളിലായിട്ട് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ പിന്നെ വിചാരിച്ചു എന്തുകൊണ്ട് ഇവിടെ വെച്ചുകൂടാ, കുറച്ച് ബെറ്റർ ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഇവിടെ വെച്ചു. ഈ ഒരു കുട്ടി ഡയറി താമര കഴിഞ്ഞവണ ഏതോ ബുക്ക് സ്റ്റോളിൽ പോയപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. സംടൈംസ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറച്ച് തോട്ട്സും കോട്ട്സും ഒക്കെ സ്വയമേ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഐ തോട്ട് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഒരു റിയലൈസേഷൻ ബുക്ക് പോലെ ആക്കിയെടുക്കാം എന്ന് വിചാരിക്കുന്നു. കാര്യം സംടൈംസ് നമ്മൾ പല കാര്യങ്ങളും റിയലൈസ് ചെയ്യുമല്ലോ ലൈഫിൽ. ആ റിയലൈസ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാം. ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഒരേപോലെ ആയിരിക്കണം എന്നില്ല. അത് ചിലപ്പോൾ മറ്റാരെങ്കിലും കാരണമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കാരണം തന്നെ ആയിരിക്കും. സോ എന്തിരുന്നാലും അതെങ്ങനെയായിരുന്നാലും അത് ശരിയാക്കേണ്ട റെസ്പോൺസിബിലിറ്റി അത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഇനീഷ്യലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം എവിടെയാണോ സ്പെൻഡ് ചെയ്യുന്നത് അവിടെ ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കുക. അതിനൊരു ബെഡാണെങ്കിലും ശരി, ആ ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഏകദേശം ഓക്കെ ആവും. ഇങ്ങനെ റീസെറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റ് നമുക്കൊന്ന് റീചാർജ് ചെയ്യാനായിട്ട് പറ്റും. മെൻ്റലി ബുദ്ധിമുട്ടായിരിക്കുന്നവർക്ക് വിഷമിക്കേണ്ട, ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ടാറ്റ.